നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 15-ാം തീയതി കേരളത്തിലേക്ക് എത്തുകയാണ്. പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ള വിവരം കൂടി മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു. യോഗിയോ അമിത്ഷായോ JP നദ്ദയോ അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. മോദി എത്തുമ്പോൾ സ്വാഭാവികമായും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇരട്ടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സംസ്ഥാനത്തിന് അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു പ്രോസസ്സ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ, അദ്ദേഹം ഏത് സംസ്ഥാനത്തേക്ക് എത്തുമ്പോഴും ആ സംസ്ഥാനം നടത്തേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP കേരളത്തിൽ നിലം തൊടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉറച്ചു വിശ്വസിക്കുന്നതും അവർ സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഒരേ സ്വരത്തിൽ BJP ഇവിടെ നിലം തൊടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് അടിക്കടി സന്ദർശനം നടത്തുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും മോദി ഇങ്ങനെയൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടായിട്ടും BJP തോൽക്കും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ, പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ മോദി എന്തുകൊണ്ട് വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ദേശീയ നേതാവും ഒരു പ്രചരണത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ചില പൾസുകൾ അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. ഒരു പ്രാദേശിക നേതാവ് എത്തുന്നത് പോലെയല്ല, ഒരു സംസ്ഥാനത്തുള്ള ഒരു നേതാവ് എത്തുന്നത് പോലെയല്ല ദേശീയ തലത്തിലുള്ള നേതാക്കൾ എത്തുന്നത്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ പരിഗണിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരും എവിടെ പ്രചരണത്തിൽ ഇറങ്ങണം, എവിടെ റാലി നടത്തണം, എവിടെ റോഡ് ഷോ നടത്തണം, എവിടെ പ്രസംഗിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി നീങ്ങുന്നത് എന്ന് തന്നെ വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളും പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര ടീമുകളും അതിനു പുറമെ ചില സ്വകാര്യ സർവേ ഏജൻസികളുമൊക്കെ നൽകുന്ന ഇൻപുട്ടുകൾ തന്നെയാണ് മോദിയെ വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ചില A ക്ലാസ് മണ്ഡലങ്ങൾ BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. 5ഓളം മണ്ഡലങ്ങൾ അതിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇതിൽ തന്നെ BJPക്ക് വിജയപ്രതീക്ഷയുള്ളത് 5-ൽ താഴെ മണ്ഡലങ്ങളിലാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. ഇതിൽ പാലക്കാടിനുള്ള പ്രാധാന്യം ചെറുതല്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അവിടെ BJPക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. 2019 മോദി ഇങ്ങനെ അടിക്കടി കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ സന്ദർശനം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. അന്ന് BJP കൃത്യമായും ലക്ഷ്യം വെച്ചിരുന്നത് ഉത്തരേന്ത്യയെ മാത്രമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ തന്നെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ആ പാർട്ടിക്ക് അവിടെ വളരേണ്ട ആവശ്യമില്ല, അതിനുള്ള ഒരു സ്കോപ്പ് അവർക്കിടയില്ല. പക്ഷേ ദക്ഷിണേന്ത്യ അങ്ങനെയല്ല. BJP സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ ഇപ്പോഴും ബാലികേറ മല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴകവും കേരളവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ പുതുച്ചേരി BJPയുടെ കയ്യിലുള്ള സംസ്ഥാനമാണ്. കർണാടകത്തിൽ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇക്കുറിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇതിന് പുറമെ കോൺഗ്രസ് അധികാരമേറ്റ തെലങ്കാനയിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള സർവേ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് മോദി കൂടുതൽ തവണ സന്ദർശനത്തിന് എത്തുന്നത്. മോദിയുടെ വരവ് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ രാജ്യത്ത് BJP ഇനിയും അധികാരത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 400-ലധികം സീറ്റുകൾ നേടിയേക്കാം. ഇതൊക്കെ നേടിയാൽ തന്നെയും മോദി അടിക്കടി സന്ദർശനം നടത്തിയിരുന്ന ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് BJPക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അതായിരിക്കും ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുക. കാരണം BJPയുടെ വിജയം എന്നുള്ളത് ഒരു വാർത്തയല്ല. പക്ഷേ മോദി നേരിട്ട് സന്ദർശിച്ച, അത് 3-4 തവണ റോഡ് ഷോ ഉൾപ്പെടെ നടത്തി പ്രചരണ രംഗത്ത് പോലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്ത ഒരു മണ്ഡലം BJPയുടെ കൈവിട്ടാൽ അത് ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആ ബോധ്യം BJPക്കുണ്ട്. എന്നിട്ടും മോദി വീണ്ടും വീണ്ടും കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്, കൃത്യമായ കണക്കുകൂട്ടലുണ്ട്. വിജയ പ്രതീക്ഷ BJPക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.